ഇന്ന് നമുക്ക് ശ്രീദേവി ശോകൻ ബാബു എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായകനായ ശോകന് ഒരു പ്രണയമുണ്ടായിരുന്നു. എന്നാൽ ശോകൻ തന്റെ കാമുകിയെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനൊപ്പം അവന്റെ കടയിൽ വെച്ച് കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടു. അത് ചോദിച്ചപ്പോൾ നിന്റെ നല്ലതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് അവൾ പറഞ്ഞത്. എന്നാൽ ശോകന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണും കൂടി കടന്നു വരികയാണ്. അതോടെ അവന്റെ ജീവിതത്തിൽ ചിലത് സംഭവിക്കും. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രാഘവൻ എന്ന ആളിനെയാണ്. ഈ രാഘവന്റെ മകളാണ് നമ്മുടെ കഥാനായികയായ ശ്രീദേവി. ഈ ശ്രീദേവി ഒരു ഫാഷൻ ഡിസൈനറാണ്. ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുക്കുന്ന മോഡലുകൾക്ക് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ശ്രീദേവി ആയിരുന്നു. അച്ഛനാണെങ്കിൽ അക്കാര്യം അച്ഛന്റെ കൂട്ടുകാരനോട് നല്ല അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. എന്റെ മകൾ പങ്കെടുക്കാൻ പോകുന്ന അടുത്ത ഫാഷൻ ഷോ കാണണ്ടേ എന്ന് പറഞ്ഞ് ടിവിയിൽ അവർ ലൈവായി കാണുവാനായിട്ട് ടിവി ഓൺ ചെയ്യുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്തെന്നാൽ, റോഡിൽ കിടന്ന് തല്ലുകൂടുന്ന ശ്രീദേവിയാണ്. അതും ടിവിയിൽ ലൈവായി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം നേരെ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രീദേവി പോകുന്നുമുണ്ട്. എന്നിട്ട് ആ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കും. പക്ഷെ മോഡലിന് പകരം ഡ്രസ്സൊക്കെ ധരിച്ചു വന്നത് ശ്രീദേവി തന്നെയായിരുന്നു. അങ്ങനെ ശ്രീദേവിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. അച്ഛനും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. എന്തായിരിക്കും ശ്രീദേവി തന്നെ മോഡലായിട്ട് വരുവാനുള്ള കാര്യമെന്നല്ലേ? അതാണ് പിന്നീട് കാണിക്കുന്നത്. എന്തെന്നാൽ, ആ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരു മോഡൽ റെഡിയായി നിൽക്കുകയായിരുന്നു. ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ശ്രീദേവി ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നത്. എന്നാൽ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന മറ്റൊരു മോഡലാണെങ്കിൽ ഒരാളിനെ പറഞ്ഞുവിട്ട് ആ ഡ്രസ്സൊക്കെ കൈക്കലാക്കുവാനായി നോക്കി മോഡലിനെ തല്ലുകയും ചെയ്തു. മോഡലിന്റെ മുഖത്തൊക്കെ ഒരുപാട് പരിക്കും പറ്റി. വിവരമെല്ലാം അറിഞ്ഞ ശ്രീദേവിയാണെങ്കിൽ ഡ്രസ്സ് കൈക്കലാക്കി ഇവനെ ഫോളോ ചെയ്തു പോയി അവനെ തല്ലിയിട്ട് അവന്റെ കയ്യിൽ നിന്നും ഡ്രസ്സും വാങ്ങി തിരികെ ഷോയിൽ പങ്കെടുക്കുവാനായും എത്തി. എന്നാൽ മോഡലിനാണെങ്കിൽ അടി കിട്ടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ശ്രീദേവി ആ ഒരു മോഡലായി പങ്കെടുത്തതും അവൾക്ക് ഫസ്റ്റ് കിട്ടിയതും. അച്ഛൻ ഒരുപാട് സന്തോഷമായതിനാൽ അച്ഛന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്കെല്ലാം പാർട്ടി നടത്തുകയും ഒക്കെ ചെയ്തു. ശ്രീദേവിക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ശ്രീദേവിയാണെങ്കിൽ അച്ഛനോടും അച്ഛന്റെ കൂട്ടുകാരനോടും, അടുത്തതായിട്ട് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കോസ്റ്റ്യൂം ട്രൈബൽ വുമൻസിനെ പറ്റിയുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാനായി പോകണമെന്നും ശ്രീദേവി പറയുന്നു. അത് കേൾക്കുന്ന അച്ഛൻ അതിന് സമ്മതിക്കുമെങ്കിലും അച്ഛൻ പറയും, മോളെ, അതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിന് മുൻപ് നീ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ആദ്യം അറിയണമെന്ന് പറഞ്ഞ് അച്ഛന്റെ പഴയൊരു കഥ ശ്രീദേവിയോട് പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ശ്രീദേവിയുടെ അച്ഛനായ രാഘവന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരിയുടെ പേരാണ് മഹാലക്ഷ്മി. അച്ഛന് മഹാലക്ഷ്മി എന്ന് വെച്ചാൽ ജീവനാണ്. മഹാലക്ഷ്മിയാണ് തന്റെ ലോകമെന്ന് ചിന്തിച്ച് ജീവിച്ച ആളായിരുന്നു രാഘവൻ. അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മിക്കും. തന്റെ ചേട്ടനല്ലാതെ മറ്റാരും ഈ ലോകത്ത് തനിക്ക് പ്രിയപ്പെട്ടതില്ല എന്ന് തന്നെയാണ് മഹാലക്ഷ്മിയും കരുതിയിരുന്നത്. എന്ത് ചെയ്യുന്നതിന് മുൻപും അത് ചേട്ടനോട് ആലോചിച്ച് മാത്രമേ ചേട്ടന്റെ ഇഷ്ടം കൂടി നോക്കിയേ മഹാലക്ഷ്മി ചെയ്യൂ. രാഘവനും അതുപോലെ തന്നെയായിരുന്നു. അത്രയും സ്നേഹത്തോടെ കഴിഞ്ഞവരായിരുന്നു സഹോദരനും സഹോദരിയും. ഇവരുടെ രണ്ടുപേരുടെ അച്ഛൻ ആ നാട്ടിലെ കുറച്ച് പേര് കേട്ട ആളാണ്. നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിനേക്ക് ചോദ്യം ചെയ്യുകയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അച്ഛൻ. എന്നാൽ ഈ ചേട്ടന്റെയും അനുജത്തിയുടെയും ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവുകയാണ്. അതിന് കാരണം ഇവരുടെ രണ്ടുപേരുടെയും വിവാഹമായിരുന്നു. സഹോദരിയെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊണ്ടാണ് രാഘവൻ വിവാഹം കഴിപ്പിച്ചത്. വിവാഹത്തിന് ശേഷം മഹാലക്ഷ്മിയുടെ സ്വഭാവമേ മാറിപ്പോയി. അത്രയും നാള് ചേട്ടനാണ് പ്രിയപ്പെട്ടത് എന്ന് കരുതി ജീവിച്ച മഹാലക്ഷ്മിക്കാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഹസ്ബൻഡിനോട് ചോദിക്കാതെ അവൾ ഒരു കാര്യവും ചെയ്യത്തില്ല. മുൻപ് ചേട്ടനോടാണ് അത് ചോദിച്ചിരുന്നതും. അതെല്ലാം കാണുന്ന രാഘവന് വല്ലാത്ത സങ്കടമായി. രാഘവന് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹവും കെയറിങ്ങും എല്ലാം ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഭർത്താവിനെയാണ് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും. അതെല്ലാം ശ്രദ്ധിക്കുന്ന രാഘവന് വല്ലാത്ത സങ്കടമാകുന്നു. അവരുടെ ഫാമിലിയിൽ അച്ഛന് ശേഷം അടുത്ത സ്ഥാനം കിട്ടേണ്ടത് രാഘവന് തന്നെയായിരുന്നു. എന്നാൽ മഹാലക്ഷ്മിയാണെങ്കിൽ ആ സ്ഥാനം തന്റെ ഭർത്താവിന് കിട്ടണമെന്ന ആഗ്രഹമുണ്ടായി. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അതെല്ലാം രാഘവന് മനസ്സിലാകുന്നുമുണ്ട്. പതിയെ പതിയെ രാഘവനെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുകയാണ്. ഭർത്താവാണ് തനിക്ക് ലോകമെന്ന് കരുതി മഹാലക്ഷ്മി ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ ഫാമിലിയിലാണെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. രാഘവനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഭർത്താവിനോട് ഒരു സാധനം എടുത്തുകൊണ്ട് വരുവാനായി പറഞ്ഞു. മഹാലക്ഷ്മിയുടെ ഭർത്താവ് അക്കാര്യം സന്തോഷത്തോടു കൂടി ചെയ്തു.
എന്നാൽ പ്രശ്നം അവിടെ തുടങ്ങി. എന്തെന്നാൽ മഹാലക്ഷ്മിക്ക് അതാകെ നാണക്കേടായി. തന്റെ ഭർത്താവെന്താ വേലക്കാരനാണോ എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചു. എന്റെ ഭർത്താവെ, നിങ്ങളുടെ അടിമയൊന്നുമല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞ് രാഘവനോടും അച്ഛനോടുമൊക്കെ വഴക്കിട്ട് തന്റെ ഭർത്താവിനെയും കൂട്ടി മഹാലക്ഷ്മി വീട് വിട്ടിറങ്ങി. അന്ന് പിരിഞ്ഞതാണ് ചേട്ടനും അനിയത്തിയും. ഇന്ന് വരെയും കണ്ടിട്ടില്ല എന്നും രാഘവൻ വളരെ സങ്കടത്തോടുകൂടി തന്റെ മകളോട് അക്കാര്യം പറയുന്നു. ഇവരെല്ലാവരും കുടുംബ വീട്ടിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. മഹാലക്ഷ്മി പോകുവാൻ ഇറങ്ങുന്നതിന് മുൻപ് അച്ഛനോട് ഈ ഒരു കുടുംബ വീട് തന്റെ പേരിൽ എഴുതി തരണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അച്ഛൻ പറയുന്നത്, ഈ ഒരു വീടിന് നിനക്ക് മാത്രമല്ല അവകാശമുള്ളത്, നിനക്ക് ജനിച്ച മകനും പിന്നിതേ നിന്റെ ചേട്ടന് ജനിച്ച മകളും തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേരുടെയും പേരിൽ മാത്രമേ ഞാൻ ഈ ഒരു വീട് എഴുതി കൊടുക്കൂ, അല്ല എന്നുണ്ടെങ്കിൽ ഇത് അനാഥാശ്രമത്തിൽ ഞാൻ എഴുതി കൊടുക്കുമെന്നും അച്ഛൻ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു ദേഷ്യത്തിൽ സഹോദരി വീട് വിട്ട് ഇറങ്ങിപ്പോയല്ലോ. ആ ഒരു കാര്യമെല്ലാം വളരെ സങ്കടത്തോടു കൂടിയാണ് രാഘവൻ തന്റെ മകളോട് പറയുന്നതും. അതെല്ലാം കേട്ട് ശ്രീദേവി ചിന്തിക്കുന്നത്, ആന്റി ഇത്രയും മോശക്കാരിയായ സ്ത്രീയായിരുന്നു. എന്റെ അച്ഛൻ ആന്റിയെ കാരണമാണല്ലോ ഇത്രയും വിഷമിക്കുന്നത്. അതുകൊണ്ട് ആന്റിയുള്ള നാട്ടിൽ പോയി അവരുടെ ഒരു കുടുംബ വീട്ടിൽ താമസിച്ചുകൊണ്ട് ആന്റിയോട് പ്രതികാരം വീട്ടണമെന്നും ശ്രീദേവി തീരുമാനിച്ച് അച്ഛനോട് ഒരു കാര്യം പോലും പറയാതെ അവൾ ആ നാട്ടിലേക്ക് പോവുകയാണ്. മറ്റൊരു വശത്ത് കഥാനായകനായ ശോകനെ കാണിക്കുന്നു. ശോകൻ തന്റെ കൂട്ടുകാർക്കൊപ്പം അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിലൂടെ ശോകൻ നടന്നു പോകുന്ന സമയത്ത് ഒരു പ്രശ്നം നടക്കുന്നത് ശോകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തെന്ന് പോയി നോക്കുന്ന സമയത്താണ് ശോകൻ അറിയുന്നത്, ശോകന്റെ അങ്കിളാണെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നും കുറച്ച് കാശ് പലിശക്കെടുത്തിരുന്നു. കാശ് തിരിച്ചു കൊടുക്കാനാകാതായപ്പോൾ അങ്കിളിന്റെ വസ്തുവാണെങ്കിൽ പലിശക്കാരൻ സ്വന്തമാക്കി. എന്നാൽ ശോകനാണെങ്കിൽ താൻ കാശ് തിരിച്ചടയ്ക്കാം, ആ ഒരു വസ്തു അങ്കിളിന് കൊടുക്കണമെന്നും പലിശക്കാരനോട് ആവശ്യപ്പെട്ടു. ആ ഒരു ഉത്തരവാദിത്തം ശോകൻ ഏറ്റെടുക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ഏത് നാട്ടിലേക്കാണോ ശ്രീദേവി വരാൻ ആഗ്രഹിച്ചത് അതേ നാട്ടിൽ തന്നെ എത്തുകയാണ്. ശ്രീദേവിയുടെ അച്ഛന്റെ കുടുംബ വീടാണെങ്കിൽ വരദ എന്നൊരു പലിശക്കാരൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാര്യം ശ്രീദേവി അറിയുന്നു. അയാളാണെങ്കിൽ ഒരു കള്ളപ്രമാണം തയ്യാറാക്കിയിട്ട് ഈ ഒരു വീട് തന്റേതാണെന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നതും. എന്നാൽ ആ വീട്ടിലേക്ക് തന്നെ ശ്രീദേവി എത്തുകയാണ്. വരദയോട് പറയുന്നത്, ഒരു മാസത്തേക്ക് തനിക്ക് ഈ വീട് വാടകയ്ക്ക് തരണം, 2 ലക്ഷം രൂപ വേണമെങ്കിൽ വാടകയായിട്ട് തരാമെന്നും ശ്രീദേവി കൂളായിട്ട് പറയുന്നു. വെറും ഒരു മാസം താമസിക്കുന്നതിന് ശ്രീദേവി 2 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞത് കേട്ട് വരദ ഞെട്ടിപ്പോയി. വീട് വാടകയ്ക്ക് കൊടുക്കുവാനായിട്ടും വരദ തയ്യാറായി. അങ്ങനെ 2 ലക്ഷം രൂപയുടെ ചെക്ക് ശ്രീദേവി വരദയ്ക്ക് കൈമാറി. വരദ പണം കൈപ്പറ്റിയതിന്റെ തെളിവായിട്ട് ശ്രീദേവി ഒരു പത്രത്തിൽ ഒപ്പിട്ട് വാങ്ങി. പിന്നീടാണ് അറിയുന്നത് ആ ഒരു വീട് തന്റെ പേരിലേക്ക് ശ്രീദേവി മാറ്റിയതിലാണ് വരദ ഒപ്പിട്ട് കൊടുത്തതെന്ന്. പണം കിട്ടിയപ്പോൾ കണ്ണു മഞ്ഞളിച്ച് അതൊന്നും വായിച്ചു നോക്കാതെയാണ് ദേ ഈ വരദ ഒപ്പിട്ട് കൊടുത്തതും. അങ്ങനെ ആ ഒരു വീട് സ്വന്തമാക്കി ശ്രീദേവിയും കൂട്ടുകാരിയും അവിടെ താമസമാക്കി. വരദയാണെങ്കിൽ സത്യം മനസ്സിലാക്കി എന്ത് ചെയ്യുമെന്നറിയാതെ അബദ്ധം പറ്റിയിരിക്കുകയാണ്. എന്നാൽ അതേ വീട്ടിലേക്ക് തന്നെ എത്തുകയാണ് ശോകൻ. ശോകനെ സ്വീകരിക്കുവാനായിട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് വരദയായിരുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോർഡും കയ്യിൽ പിടിച്ചാണ് വരദ നിൽക്കുന്നതും. അതേസമയം തന്നെ വരദയ്ക്ക് ടോയ്ലറ്റിൽ പോകുവാനുള്ള അത്യാവശ്യമുണ്ടായി. അടുത്ത് നിൽക്കുന്ന ഒരാളുടെ കൈവശം ആ ഒരു ബോർഡും കൊടുത്തിട്ടാണ് വരദ അവിടെ നിന്ന് പോകുന്നത്. ബസ് ഇറങ്ങിയ ശോകൻ കരുതിയത് ശോകനെ സ്വീകരിക്കാൻ നിൽക്കുന്നത് അയാളായിരിക്കുമെന്ന് കരുതി ബോർഡും പിടിച്ചു നിന്നവന്റെ കൈവശം ബാഗും കൊടുത്തിട്ട് തിരിയുന്ന സമയത്ത് അയാൾ ആ ബാഗും കൊണ്ട് അവിടെ നിന്ന് പോയി. സത്യത്തിൽ അതൊരു കള്ളനായിരുന്നു. അങ്ങനെ ബാഗ് നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുകയായിരുന്ന ശോകനടുത്തേക്ക് വരദ വരും. വരദയോട് നടന്ന കാര്യങ്ങളെല്ലാം ശോകൻ പറയുന്നു. വരദയ്ക്കും അത് കേട്ട് സങ്കടമായി. കാര്യം ബാഗും പോയി, കൈവശമുള്ള കാശും പോയി, എല്ലാം പോയി നിൽക്കുകയാണല്ലോ ശോകൻ. ശ്രീദേവി വീട് കൈക്കലാക്കിയ കാര്യം വരദ ശോകനോട് പറഞ്ഞു. ഇത്രയും വലിയ അന്യായം നടന്നിരിക്കുന്നു, അത് ചോദിക്കണമെന്നും വരദ തീരുമാനിക്കുന്നു. വരദയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. എന്നാൽ ഈ വരദയ്ക്കും ആ വീടിനും തമ്മിൽ എന്തോ ചെറിയ കണക്ഷൻ ഉണ്ട്, അത് പിന്നീട് കാണിക്കും. അങ്ങനെ ശോകൻ വരദയും കൂടി ആ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തി ശ്രീദേവിയോട് സംസാരിക്കും. എന്നാൽ ശ്രീദേവി ആണെങ്കിൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നതേയില്ല. ശ്രീദേവി ആ ഒരു പത്രം എടുത്തുകൊണ്ടുവന്ന് കാണിക്കും. ശോകനാണെങ്കിൽ ആ പത്രം പിടിച്ചു വാങ്ങിയിട്ട് കീറുവാൻ നോക്കും. പക്ഷേ പറ്റുന്നില്ല, അതൊരു സിന്തറ്റിക് പേപ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ശോകൻ. എന്നാൽ വരദയാണെങ്കിൽ ശോകനോട് പറയുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു വീട് എന്റെ പേരിൽ വാങ്ങി തരുമോ എന്ന് കെഞ്ചുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശോകനാണെങ്കിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യും. അതിന് കുറച്ച് കാശ് വരദയുടെ കൈവശം നിന്ന് വാങ്ങുന്നു. എന്തെന്നാൽ ആ കാര്യങ്ങളെല്ലാം തട്ടിക്കൂട്ടി റെഡിയാക്കണ്ടേ, അതിനുള്ള കാശാണ് വരദയുടെ കൈവശം നിന്ന് വാങ്ങിയത്. ശ്രീദേവിയും ശ്രീദേവിയുടെ കൂട്ടുകാരിയും മാത്രമാണല്ലോ അവിടെ താമസിക്കുന്നത്. ശോകന്റെ പ്ലാൻ എന്തെന്നാൽ ആ ഒരു വീട്ടിൽ പ്രേതമുണ്ടെന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് രണ്ടിനെയും അവിടെ നിന്ന് ഓടിക്കുക. അത് തന്നെയായിരുന്നു അവരുടെ പ്ലാൻ. ശോകനും വരദയും ചേർന്ന് രാത്രി സമയങ്ങളിൽ അവിടെ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടെന്ന് വരുത്തി തീർക്കുവാനായിട്ട് വേഷമൊക്കെ കെട്ടി അവിടെ ഇവിടെ വന്ന് നിൽക്കും. എന്നാൽ ഈ ശ്രീദേവിക്കാണെങ്കിൽ ഭൂതത്തിലോ
പ്രേതത്തിലോ ഒന്നും വിശ്വാസമേ ഇല്ല. പക്ഷെ ശ്രീദേവിയുടെ കൂട്ടുകാരിയാണെങ്കിൽ കുറെ പേടിച്ചിരുന്നു. ഇവരെ അവിടെ നിന്നും ഓടിക്കാൻ പറ്റില്ല എന്ന് ശോകൻ മനസ്സിലാക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി നല്ല മഴയത്ത് അവിടേക്ക് കയറി വരികയാണ് ശോകൻ. ഇന്ന് ഒരു ദിവസത്തേക്ക് എന്നെ ഇവിടെ താമസിക്കുമോ? രാത്രിയായിപ്പോയി, എനിക്കിതുവഴി പോകാൻ പേടിയാണ് എന്നൊക്കെയാണ് ശോകൻ പറയുന്നതും. അങ്ങനെ ശ്രീദേവിയാണെങ്കിൽ അന്ന് ഒരു ദിവസത്തേക്ക് അവിടെ താമസിക്കുവാനായിട്ട് ശോകനെ അനുവദിക്കും. അപ്പോൾ ശോകൻ പറയുന്നത്, ഈ ഒരു വീട്ടിലെ അമാനുഷികമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാ എല്ലാവരും പറയുന്നത്. ഞാനും അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട് ശ്രീദേവി പറയുന്നത്, ഇവിടെ അങ്ങനെ അമാനുഷികമായിട്ട് യാതൊരുവിധ കാര്യവും നടക്കുന്നില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. എന്നാൽ അത് കേട്ട് ശോകൻ പറയുന്നത്, ഇവിടെ താമസിച്ച് എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ ഗ്യാരണ്ടി തരാമെന്നും ശ്രീദേവി പറയുന്നു. എന്നാൽ ശോകൻ പറയും, അത്രയ്ക്ക് ഉറപ്പാണോ? എങ്കിൽ എനിക്ക് ദേ ഈ പത്രത്തിൽ ഒപ്പിട്ട് തരുമോ എന്റെ ജീവന് നിങ്ങൾ ഗ്യാരണ്ടിയാണെന്ന്? അത് കേട്ട് മുന്നും പിന്നും ചിന്തിക്കാതെ ശ്രീദേവി അങ്ങ് ഒപ്പിട്ട് കൊടുക്കും. അടുത്ത ദിവസം രാവിലെയാണ് ശ്രീദേവി അതിനു പിന്നിലെ ചതി മനസ്സിലാക്കിയത്. എന്തെന്നാൽ ശ്രീദേവിയുടെ പേരിൽ നിന്നും ശോകൻ തന്റെ പേരിലേക്ക് ആ വീട് മാറ്റിയിരുന്നു. അത് ആ പത്രത്തിലൂടെയാണെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി. ശ്രീദേവിക്ക് ആകെ ദേഷ്യം. ശ്രീദേവിയുടെ കൈവശം ആ വീട് തന്റെയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പത്രം, എന്നാൽ ശോകന്റെ കയ്യിൽ ആ വീട് തന്റെയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പത്രം ഇരിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ല് തന്നെയാണ്. രണ്ടുപേർക്കും നല്ല വാശിയും വൈരാഗ്യവുമുണ്ട്. ആ വീട് കൈക്കലാക്കണമെന്ന വാശി രണ്ടാൾക്കും വന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ടാകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ശ്രീദേവി. അപ്പോൾ ഒരു മുത്തശ്ശനാണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട്, എന്റെ മകനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ശ്രീദേവി ആണെങ്കിൽ ഇല്ലെന്നും പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ആ മുത്തശ്ശന് മാനസിക പ്രശ്നമാണെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി. എന്നാൽ ആ മുത്തശ്ശൻ നേരെ പോകുന്നത് ശോകന്റെ അടുത്തേക്കായിരുന്നു. നീയല്ലേ എന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ശോകനെ കെട്ടിപ്പിടിക്കും. എന്നാൽ ശോകനാണെങ്കിൽ ഒരു വാക്ക് പോലും എതിർക്കാതെ, ഞാനല്ല എന്ന് പോലും പറയാതെ, അതെ ഞാൻ തന്നെയാണ് മകനെന്ന് പറഞ്ഞ് മുത്തശ്ശനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഷേവൊക്കെ ചെയ്ത് കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ അണിയിച്ച് മുത്തശ്ശനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ശോകന്റെ അത്രയും നല്ല സ്വഭാവമൊക്കെ കണ്ട ശ്രീദേവിക്കാണെങ്കിൽ ശോകനോട് ചെറിയൊരു അടുപ്പം തോന്നുന്നു. പിന്നീട് അത് പ്രണയമായി മാറുന്നു. എന്തെന്നാൽ അവൻ അത്രയും നല്ല സ്വഭാവമുള്ള ആളല്ലേ. ആ ഒരു മനുഷ്യനെ ഒന്നൊരു വാക്ക് കൊണ്ട് പോലും വേദനിപ്പിക്കാതെയാണല്ലോ വളരെ നൈസായിട്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്കും പറഞ്ഞു വിട്ടത്. അതൊക്കെ ശ്രീദേവിക്ക് ഒരുപാട് ഇഷ്ടമായി. ശ്രീദേവി ശോകനെ പ്രണയിക്കുന്നു എന്ന കാര്യം കൂട്ടുകാരിയോടും പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ശോകനാണെങ്കിൽ തന്റെ പേരിൽ ഈ ഒരു വീടാക്കി മാറ്റിയ കാര്യം വരദയോട് പറയും. എന്നിട്ട് വരദയോട് പറയും, ഈ വീട് നരസിംഹൻ എന്നൊരാളുടെ അല്ലായിരുന്നു. ആ നരസിംഹന്റെ കൊച്ചുമകനാ ഞാൻ. നരസിംഹന്റെ മകളായ മഹാലക്ഷ്മിയുടെ ഒരേ ഒരു മകൻ. എന്റെ അമ്മയും അമ്മയുടെ സഹോദരനും തമ്മിൽ പിരിഞ്ഞതിനു ശേഷം ഈ വീട് അനാഥമായി പോയി. ആരും നോക്കാനില്ലാത്ത ഈ വീട് നിങ്ങൾ സ്വന്തമാക്കിയല്ലേ? അത് കേട്ട് വരദ പറയുന്നത്, അയ്യോ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പണ്ട് എന്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ മുത്തശ്ശന്റെ വേലക്കാരായിരുന്നു. ഞാനും അതുപോലെ നിങ്ങളുടെ വേലക്കാരനായി കഴിഞ്ഞോളാമെന്നും വരദ പറയുന്നു. അടുത്ത ദിവസം തന്റെ മനസ്സിലുള്ള പ്രണയം ശോകനോട് തുറന്നു പറയുവാനായിട്ടും ശ്രീദേവി തീരുമാനിച്ചു. ശോകനോട് സംസാരിക്കുവാനായി എത്തിയ സമയം തന്നെയായിരുന്നു ശോകനൊരു കോൾ വന്നതും. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാത്ത ശോകന്റെ കയ്യിൽ നിന്നും ഫോണാണെങ്കിൽ ശ്രീദേവിയുടെ കയ്യിലേക്ക് വീണു. ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് വിളിച്ചത് ശോകന്റെ അമ്മ തന്നെയായിരുന്നു, മഹാലക്ഷ്മി. മഹാലക്ഷ്മിയുടെ ഫോട്ടോ കണ്ടതും ശ്രീദേവിക്ക് ആകെ ദേഷ്യം. ഈ മഹാലക്ഷ്മിയോട് പ്രതികാരം വീട്ടുവാനായിട്ടാണല്ലോ ശ്രീദേവി വന്നിരിക്കുന്നതും. ഫോട്ടോ കണ്ടതും അവളുടെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാതെ അവൾ വീണ്ടും ശോകനോട് ദേഷ്യപ്പെടുവാനായും തുടങ്ങി. ഇതേ എന്റെ വീടാണ്, ഇത് ഞാൻ സ്വന്തമാക്കിയിരിക്കും, ഇത് എനിക്ക് അവകാശപ്പെട്ടതാണെന്നെല്ലാം ശ്രീദേവി അവനോട് വഴക്കു കൂടുന്നു. എന്നാൽ ശോകൻ പറയുന്നത്, ദേ ആ ഫോട്ടോ നോക്കിയേ, ആ ഫോട്ടോയിൽ കാണുന്ന ആളാണ് എന്റെ അമ്മ മഹാലക്ഷ്മി, ഈ വീടിന്റെ ഒരേ ഒരു അവകാശിയെന്നും ശോകൻ പറയുമ്പോൾ അത് കേട്ട് ശ്രീദേവി പറയുന്നത്, അല്ല ഞാനാണ് ഈ വീടിന്റെ അവകാശി. അപ്പോൾ ശോകൻ പറയും, ഒരു കാര്യം ചെയ്, നീ എന്നോടൊപ്പം എന്റെ നാട്ടിലേക്ക് വാ, എന്റെ അമ്മയെ കാണ്, അപ്പോൾ നിനക്ക് എല്ലാ കാര്യവും മനസ്സിലാകുമെന്നും ശോകൻ പറയുന്നു. അത് കേൾക്കുന്ന ശ്രീദേവിക്ക് അത് നല്ലൊരു അവസരമായി തോന്നി. എന്തെന്നാൽ മഹാലക്ഷ്മിയോട് പ്രതികാരം വീട്ടാമല്ലോ, അതിനാണല്ലോ ശ്രീദേവി വന്നിരിക്കുന്നതും. ഈ ശോകൻ സത്യത്തിൽ ഈ ഒരു വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ശോകൻ തന്റെ അങ്കിളിന്റെ കടമെല്ലാം വീട്ടിൽ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നല്ലോ. ഈ വീട് എങ്ങനെയെങ്കിലും തന്റെ പേരിലാക്കിയെടുത്തിട്ട് അത് വിറ്റിട്ട് ആ കാശ് കൊണ്ട് കടം തീർക്കാമെന്നാണ് ശോകൻ കരുതിയിരിക്കുന്നതും. അതിനു വേണ്ടിയിട്ടാണ് അവൻ ശ്രമിക്കുന്നതും. അങ്ങനെ ശോകനാണെങ്കിൽ ശ്രീദേവിയും കൂട്ടി അവന്റെ നാട്ടിലേക്ക് പോയി.
മഹാലക്ഷ്മിയെ കാണുന്നതും ശ്രീദേവിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ശോകൻ തന്റെ അമ്മയോട് പറയുന്നത് ഇവളുടെ പേര് ശ്രീദേവി, ഡോക്യുമെന്ററി എടുക്കാനായിട്ട് വന്നതാണ്, എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാണ് അമ്മയെ പരിചയപ്പെടുത്തുന്നതും. എന്നാൽ മഹാലക്ഷ്മിയാണെങ്കിൽ തന്റെ മകളെ പോലെ കണ്ട് ശ്രീദേവിയോട് നന്നായി പെരുമാറുന്നു. എന്നിട്ട് അവൾക്ക് ആഹാരമൊക്കെ കൊടുക്കും. അപ്പോഴെല്ലാം ശ്രീദേവി ചിന്തിക്കുന്നത് അച്ഛൻ പറഞ്ഞത് വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കി അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണല്ലോ മഹാലക്ഷ്മിയെ കുറിച്ച് അച്ഛൻ പറഞ്ഞത്. പണത്തിനോടുള്ള ആഗ്രഹം മൂത്ത് ഭർത്താവിനെയും കൂട്ടി വീട് വിട്ടിറങ്ങിപ്പോയൊരു കഥാപാത്രം. എന്നാൽ മഹാലക്ഷ്മിയുടെ പെരുമാറ്റമാണെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. വളരെ പാവം പോലെയാണ് മഹാലക്ഷ്മി പെരുമാറുന്നതും. എന്നാൽ ശ്രീദേവി മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ബന്ധുക്കൾ ആരുമില്ലേ? അപ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഞാനെന്ന് വെച്ചാൽ ജീവന, എനിക്കും അതുപോലെ തന്നെയാ. ഒരു ഉത്സവം വന്നാൽ പോലും ചേട്ടനാണെങ്കിൽ എനിക്ക് ഡ്രസ്സ് എടുത്തു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയും ചേട്ടൻ എടുത്തു കൊടുത്ത സാരിയെല്ലാം എടുത്ത് സന്തോഷത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ശ്രീദേവിയെ കാണിക്കുന്നു. അതെല്ലാം കാണുന്ന ശ്രീദേവിക്ക് വല്ലാതെ സങ്കടമാകും. മഹാലക്ഷ്മി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ ദേഷ്യം വന്ന ശോകനാണെങ്കിൽ ആ ദ്രോഹിയുടെ പേരെന്തിനാ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞ് ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ഈ ശ്രീദേവിക്കാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. ശോകൻ എന്തിനായിരിക്കാം തന്റെ അച്ഛനോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നതെന്നും അവൾ ചിന്തിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു ശോകന്റെ അങ്കിൾ അവിടേക്ക് വന്നത്. ആ പലിശക്കാരന് പൈസ കൊടുക്കാനുള്ള അങ്കിൾ ഉണ്ടല്ലോ, അയാൾ തന്നെ. അങ്കിൾ വന്നതും ശ്രീദേവി വിവരം തിരക്കും. അയാൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് തന്റെ അച്ഛൻ പറഞ്ഞതാണ് കള്ളമെന്ന് ശ്രീദേവിക്ക് മനസ്സിലാകുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മഹാലക്ഷ്മിയും രാഘവനും തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് മുൻപ് നല്ല സഹോദര സ്നേഹമായിരുന്നു. എന്നാൽ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അതിൽ മാറ്റമുണ്ടായെന്ന് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു സഹോദരി വിവാഹം കഴിച്ച് അവൾക്കൊരു ഭർത്താവ് വന്നാൽ എന്തായാലും ഭർത്താവിനായിരിക്കുമല്ലോ അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുണ്ടാവുക. അങ്ങനെ ചെറിയ മാറ്റമാണ് മഹാലക്ഷ്മിക്ക് വന്നത്. അല്ലാതെ തന്റെ അച്ഛന് ശേഷം ആ ഒരു സ്ഥാനം തന്റെ ഭർത്താവിന് കൊടുക്കണമെന്നൊന്നും മഹാലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടേയില്ല. അവരുടെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ നടന്ന സമയത്ത് ഈ രാഘവനാണെങ്കിൽ ആ ഫംഗ്ഷൻ പങ്കെടുക്കുവാനായും എത്തിയിരുന്നില്ല. അതേസമയം ഇവരുടെ അച്ഛനാണെങ്കിൽ തനിക്ക് ശേഷം അടുത്തൊരു സ്ഥാനം ആർക്ക് കൊടുക്കണം എന്നൊരു ചിന്ത വന്ന സമയത്ത് ആ ഒരു സ്ഥാനത്തേക്ക് മഹാലക്ഷ്മിയുടെ ഭർത്താവിനെ ഇരുത്തി. എന്നിട്ടാണ് ആ ചടങ്ങുകൾ നടത്തിയതും. അതാണെങ്കിൽ രാഘവൻ കണ്ടുകൊണ്ട് കയറി വന്നു. രാഘവന് വല്ലാതെ ദേഷ്യം വന്നു. രാഘവൻ പറയുന്നത് അച്ഛനു ശേഷം ഈ ഒരു സ്ഥാനവും പ്രാധാന്യവും എല്ലാം കിട്ടേണ്ടത് എനിക്കാണ്, അല്ലാതെ മഹാലക്ഷ്മിയുടെ ഭർത്താവിനല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നമുണ്ടാക്കി. മഹാലക്ഷ്മിയും കരഞ്ഞുകൊണ്ടാണ് ചേട്ടനോട് സംസാരിക്കുന്നതും. ഞങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും കരുതിയിട്ടേ ഇല്ലെന്ന് മഹാലക്ഷ്മി പറയുവാനൊക്കെ ശ്രമിക്കുമെങ്കിലും രാഘവൻ അതൊന്നും കേൾക്കുവാനായിട്ടും കൂട്ടാക്കുന്നില്ല. അങ്ങനെയാണ് മഹാലക്ഷ്മി തന്റെ ഭർത്താവിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. അല്ലാതെ മഹാലക്ഷ്മി സ്വത്തൊന്നും ചോദിച്ച് പിണങ്ങിപ്പോയതേയല്ല. ഭർത്താവിനെയും കൂട്ടി വീട് വിട്ട് ഇറങ്ങിപ്പോയതിൽ പിന്നെ കുറച്ചുനാൾ അവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിച്ചു. എന്നാൽ ഒരിക്കൽ മഹാലക്ഷ്മിയുടെ ഭർത്താവ് മരണപ്പെട്ടു. അതിനുശേഷം തന്റെ മകനായ ശോകനെ കഷ്ടപ്പെട്ടാണ് മഹാലക്ഷ്മി വളർത്തിയതും. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവർ അനുഭവിച്ചു എന്നുള്ള കാര്യവും ശ്രീദേവിയോട് തുറന്നു പറഞ്ഞു. അത് കേട്ട് ശ്രീദേവി പൊട്ടിക്കരയും. ഇങ്ങനെയല്ലല്ലോ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നത്, ആന്റി വെറും പാവമാണെന്നൊക്കെ ശ്രീദേവി ചിന്തിക്കും. എന്നിട്ട് താൻ ആരാണെന്നുള്ള സത്യം അങ്കിളിനോട് അവൾ തുറന്നു പറഞ്ഞു. ഞാൻ രാഘവന്റെ മകളാണെന്നും കുറച്ചുനാൾ ആന്റിയോടൊപ്പം താമസിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നുള്ള സത്യവും അങ്കിളിനോട് ശ്രീദേവി തുറന്നു പറയുന്നു. എന്നിട്ട് ശ്രീദേവി ചിന്തിക്കും, ഒരുപാട് കഷ്ടപ്പാടുകൾ മഹാലക്ഷ്മിയും മകനായിട്ടുള്ള ശോകനും അനുഭവിച്ചല്ലോ. ഇങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ശോകനെ ഇനി എന്തായാലും താനായിട്ട് ദ്രോഹിക്കുന്നില്ല. അവനെ സ്നേഹിച്ച് അവനെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കണമെന്നും തീരുമാനിക്കുകയാണ് ശ്രീദേവി. പിന്നീട് അവൾ അവനെ വീണ്ടും പഴയതുപോലെ പ്രണയിക്കുവാനായിട്ടും ആരംഭിക്കുന്നു. ശോകൻ തന്റെ അങ്കിളിന്റെ കടം വീട്ടുവാനായിട്ട് നോക്കുകയാണല്ലോ. ശ്രീദേവിക്ക് അതറിയാം. ശ്രീദേവി ഒരു ചെക്ക് അവന് നൽകി. ആ കടം വീട്ടുവാനായിട്ട് അതവനെ സഹായിക്കും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ശ്രീദേവിയും ശോകനും കൂടി നടന്നു പോകുന്ന സമയത്ത് ശോകൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുന്നു. എന്നാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ എല്ലാവരും കാണുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി മിണ്ടുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ ശോകൻ അങ്ങനെയല്ല ചെയ്തത്. അവനെ കണ്ടത് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്തതും. ശ്രീദേവിക്കാണെങ്കിൽ എന്താണ് കാര്യമെന്നറിയത്തേയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശോകന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ശ്രീദേവിയെ കാണുവാനായിട്ടും എത്തി. അവർ രണ്ടുപേരും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് കൂട്ടുകാരൻ തുറന്നു പറഞ്ഞു. ഈ ശോകനാണെങ്കിൽ ഒരു പെണ്ണിനെ വളരെ സിൻസിയർ ആയിട്ട് പ്രണയിച്ചിരുന്നു. അവൻ അവളെന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷേ അവൾക്ക് അങ്ങനെയല്ല. അവൾക്ക് ആരുടെ കയ്യിൽ കാശുണ്ടോ അവരോടാണ് ചായ്വ് കൂടുതൽ. അവൾ ആ നാട്ടിൽ കാശുള്ള പല ആൺപിള്ളേരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു.
ആ കാര്യം ഈ കൂട്ടുകാരനറിയാം. അങ്ങനെ ഇരിക്കെ അപ്പുറത്തെ ഗ്രാമത്തിലുള്ള ഒരു പ്രമാണിയോടൊപ്പം അവൾ കറങ്ങി നടക്കുന്നതും അവനോടൊപ്പം മോശമായിട്ടുള്ള രീതിയിൽ പോകുന്നതെല്ലാം ഈ ബെസ്റ്റ് ഫ്രണ്ട് കണ്ടിരുന്നു. ഈ കാര്യം എങ്ങനെയെങ്കിലും ശോകനെ അറിയിക്കണമെന്നും അവൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ യാതൊരുവിധ വഴിയുമില്ല. ശോകനാണെങ്കിൽ പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കത്തില്ല. അവന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവന്റെ കാമുകിയെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കടയിലേക്ക് അവന്റെ കാമുകി വരും. അവളോട് അപ്പുറത്തെ ഗ്രാമത്തിലെ പ്രമാണിയുമായിട്ട് നിനക്ക് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവളാണെങ്കിൽ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ വളയ്ക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അവനും അവളുടെ വലയിൽ വീണുപോയി. രണ്ടുപേരും അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായി പോകുന്നത് ശോകൻ കണ്ടുകൊണ്ടുവന്നു. അവൻ കടയുടെ ഷട്ടർ വലിച്ചു തുറന്നതും രണ്ടുപേരെയും കാണാൻ പാടില്ലാത്ത രീതിയിലാണ് ശോകൻ കണ്ടതും. അതോടുകൂടി അവൻ ഈ ബെസ്റ്റ് ഫ്രണ്ടിനോടും കാമുകിയോടും ദേഷ്യമായി. അങ്ങനെയാണ് അവർ രണ്ടുപേരും പിരിഞ്ഞതെന്നുള്ള കാര്യം കൂട്ടുകാരൻ ശ്രീദേവിയോട് പറയുന്നു. അത് കേട്ട് ശ്രീദേവി ചോദിക്കുന്നത്, നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ, അതുകൊണ്ടല്ലേ ശോകൻ പിണങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു. എന്തെന്നാൽ ഈ ഒരു കാമുകി വളരെ മോശമായിട്ടുള്ള പെൺകുട്ടിയാണെന്ന് പല തവണയായിട്ടും കൂട്ടുകാരൻ പറയുവാനായി ശ്രമിച്ചു. പക്ഷേ അവളെ അത്രയ്ക്കും വിശ്വാസമായിരുന്നു ശോകന്. അങ്ങനെ ഇരിക്കെ ഈ കൂട്ടുകാരൻ തന്നെയാണ് എത്രയും വേഗം കടയിലേക്ക് വരണമെന്ന് ശോകന് മെസ്സേജ് അയച്ചത്. ആ മെസ്സേജ് കണ്ടിട്ടാണ് ശോകൻ കടയിലേക്ക് വന്നതും അതിനു മുൻപ് തന്നെ കടയിലേക്ക് എത്തിയ ആ പെൺകുട്ടിയോട് മനഃപൂർവ്വമായിട്ടാണ് താൻ അങ്ങനെയൊക്കെ ഇടപഴകിയതും. അവൾ ആരോടൊപ്പം വേണമെങ്കിലും പോകുന്ന പെണ്ണാണെന്ന് എനിക്ക് ശോകനെ തെളിയിക്കണം. കാരണം അവന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അവന് നല്ല ജീവിതമുള്ള പയ്യനാണ്. അവന് നാശം വരുന്നതൊന്നും ഞാൻ ആഗ്രഹിക്കത്തേയില്ല. എനിക്ക് അത്രയും സ്നേഹമാണ് അവനോടെന്നും കൂട്ടുകാരൻ പറയുന്നു. അത് കേട്ട് ശ്രീദേവി പറയുന്നത്, എന്തായാലും നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ശോകനെ എനിക്ക് കിട്ടിയതെന്നും അവൾ സന്തോഷിക്കുന്നു. പിന്നീട് അവനെ നന്നായി പ്രണയിക്കുവാനായും ശ്രീദേവി ആരംഭിക്കുകയാണ്. ശ്രീദേവി ഒറ്റയ്ക്കാണല്ലോ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവളുടെ കൂട്ടുകാരിയെ എന്നും അച്ഛൻ വിളിച്ചിട്ട് തന്റെ മകളെ പറ്റിയൊക്കെ അന്വേഷിക്കും. ശ്രീദേവി ഫോണൊന്നും എടുക്കാത്തതിനാലാണ് അങ്ങനെ വിളിച്ചു തിരക്കുന്നതും. അപ്പോഴെല്ലാം കൂട്ടുകാരി പറയുന്നത് അവൾ എന്നോടൊപ്പമുണ്ട്, നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വരുമെന്ന് കൂട്ടുകാരി കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കാര്യങ്ങളെല്ലാം കൂട്ടുകാരി ശ്രീദേവിയോട് പറയുന്നുണ്ട്. നിന്റെ അച്ഛൻ ആകെ പ്രശ്നമുണ്ടാക്കുകയാ, എത്രയും വേഗം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നീ തിരികെ വരണമെന്നും കൂട്ടുകാരി പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛനാണെങ്കിൽ കാറിൽ പോവുകയായിരുന്നു. ട്രാഫിക് സിഗ്നലിൽ വെച്ച് ശ്രീദേവിയുടെ കൂട്ടുകാരിയെ കാണും. അപ്പോൾ അച്ഛൻ ചിന്തിക്കുന്നത്, ഇവൾ ഇവിടെ കറങ്ങി നടക്കുകയാണെങ്കിൽ എന്റെ മകൾ എവിടെ എന്ന് ചിന്തിച്ച് ബ്യൂട്ടി പാർലറിൽ ഇരിക്കുകയായിരുന്ന കൂട്ടുകാരിയുടെ അടുത്തേക്ക് ശ്രീദേവിയുടെ അച്ഛൻ വന്നു. എന്നിട്ട് ശ്രീദേവിയെ പറ്റി തിരക്കും. പേടിച്ച് വിറച്ച ബ്യൂട്ടി പാർലറിൽ ഇരിക്കുകയായിരുന്ന കൂട്ടുകാരിക്ക് അടുത്തേക്ക് ശ്രീദേവിയുടെ അച്ഛൻ വന്നിട്ട് ശ്രീദേവിയെ പറ്റി തിരക്കും. അച്ഛന്റെ സംസാരം കേട്ട് പേടിച്ച് വിറച്ച ആ പെൺകുട്ടിയാണെങ്കിൽ സത്യമെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ തന്റെ സഹോദരിയെ കാണുവാനായിട്ട് അവളുടെ നാട്ടിലേക്കാണല്ലോ ശ്രീദേവി പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അച്ഛന് വല്ലാതെ ദേഷ്യം വരും. ഉടനെ തന്നെ അച്ഛൻ മഹാലക്ഷ്മിയുടെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. മറ്റൊരു വശത്ത് വീട്ടിൽ ശോകനും ശ്രീദേവിയും മാത്രം ഉണ്ടായിരുന്ന സമയം ശ്രീദേവിയാണെങ്കിൽ തന്റെ പ്രണയം ശോകനോട് തുറന്നു പറഞ്ഞു. അവൻ ഒരുപാട് സന്തോഷമായി. അവനും അത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് പോലെയാണ്. അതേസമയം തന്നെ ശ്രീദേവി മറ്റൊരു സത്യം കൂടി തുറന്നു പറയുന്നു. ഞാൻ നിങ്ങളുടെ മാമന്റെ ഒരേ ഒരു മകളാണെന്നും ഉള്ള സത്യം പറയുന്നു. അത് കേട്ടതും ശോകന് വല്ലാതെ ദേഷ്യം വന്നു. നീ ആ വീടിന് വേണ്ടിയിട്ടല്ലേ എന്നോട് പ്രണയം അഭിനയിച്ചത്? നീ ആ ഒരു വീടിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നതും? ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ശ്രീദേവിയെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പിടിച്ചു തള്ളും. അപ്പോഴേക്കും രാഘവനും അവിടെ എത്തിയിരുന്നു. രാഘവനെ കണ്ടതും ശോകന് വല്ലാതെ ദേഷ്യം വരും. ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടെ കണ്ടുപോകരുത് എന്ന് ശോകൻ അവർ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞു. അച്ഛൻ ഉടനെ തന്നെ ശ്രീദേവിയെ കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പോകുന്ന വഴിയിലെല്ലാം ശ്രീദേവി ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നല്ലേ? അച്ഛനല്ലേ യഥാർത്ഥത്തിൽ ആന്റിയെ ദ്രോഹിച്ചത്? ദേ ഇപ്പോഴും ആന്റി അച്ഛൻ വാങ്ങിക്കൊടുത്ത സാരിയും കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. ആന്റി ഇപ്പോഴും അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം ശ്രീദേവി തുറന്നു പറയുന്നു. അതിനൊന്നും ശ്രീദേവിയുടെ അച്ഛന് മറുപടിയില്ലായിരുന്നു. എന്നാൽ അതേസമയം തന്നെ വീട്ടിലേക്ക് എത്തുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ ശോകനോട് എന്റെ സഹോദരന്റെ മകൾ എവിടെയാ എന്ന് ചോദിക്കുന്നു. ശ്രീദേവി സത്യത്തിൽ തന്റെ സഹോദരന്റെ മകളാണെന്ന് മഹാലക്ഷ്മി മനസ്സിലാക്കിയിരുന്നു. അന്ന് ശ്രീദേവി എല്ലാ സത്യവും അങ്കിളിനോട് തുറന്നു പറഞ്ഞല്ലോ. ആ സമയത്ത് എല്ലാ കാര്യവും പുറത്തുനിന്ന് മഹാലക്ഷ്മി കേട്ടിരുന്നു. തന്റെ സഹോദരന്റെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മഹാലക്ഷ്മി ശ്രീദേവിയെ ഒരുപാട് സ്നേഹിച്ചതും. അന്നേ ദിവസം രാത്രി കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ശോകൻ. കൂട്ടുകാരോട് അവൻ ഇമോഷണലായി ഓരോ കാര്യങ്ങളുമൊക്കെ പറയും. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറയുന്നത്, നീ ഇങ്ങനെ തന്നെയാ, വളരെ പെട്ടെന്നാണ് നീ ഒരു കാര്യങ്ങളും തീരുമാനിക്കുന്നത്, നീ ഒന്നും ചിന്തിക്കത്ത് പോലുമില്ല. നീ ആദ്യം ഒരു മോശമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, എന്നിട്ട് നീ അവളെ ഉപേക്ഷിച്ച സമയത്ത് അവളോട് നീ ക്ഷമിച്ചിട്ടാണ് നീ ഉപേക്ഷിച്ചത്. എന്നാൽ അവൾ ആരാണെന്ന് സത്യം നിനക്ക് മനസ്സിലാക്കി തന്ന നിന്റെ കൂട്ടുകാരനെ നീ ക്ഷമിച്ചോ? അവനോട് നീ പകയുമായിട്ടല്ലേ ഇപ്പോഴും നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കൂട്ടുകാർ
കൂട്ടുകാർ അവനോട് ചോദിക്കും. അത് കേൾക്കുന്നതും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണല്ലോ എന്ന് ശോകൻ ചിന്തിക്കുന്നു. അങ്ങനെ ശോകൻ നേരെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുവാനായി ചെന്നു. അവനൊരു നാണക്കേടും മറ്റൊന്നും ചിന്തിക്കാതെ പെരുമാറിയത് കൊണ്ടാണല്ലോ താൻ പ്രണയിക്കുന്ന പെൺകുട്ടി ഏത് സ്വഭാവക്കാരിയാണെന്ന് മനസ്സിലാക്കുവാനായി കഴിഞ്ഞത്. അപ്പോൾ കൂട്ടുകാരനല്ലേ പാവമെന്ന് ചിന്തിച്ച് അവനോട് മാപ്പ് പറയുന്നു. അങ്ങനെ രണ്ടുപേരും വീണ്ടും സൗഹൃദം ആരംഭിക്കുകയാണ്. അവർക്കിടയിലുള്ള പകയും പ്രതികാരവും എല്ലാം തീർന്നിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് ശോകനും കൂട്ടുകാരനും. കൂടെ ശ്രീദേവിയും എത്തുന്നുണ്ട്. എന്നാൽ ശ്രീദേവിയോട് അവന് വല്ലാത്ത ദേഷ്യമാണ്. രണ്ടുപേരും തങ്ങൾക്ക് ആ ഒരു വീട് വേണ്ട എന്ന് ഒപ്പിട്ട് കൊടുക്കുവാനായിട്ടാണ് എത്തിയിരിക്കുന്നതും. എന്നാൽ അവിടെ വെച്ച് ശ്രീദേവിയെ കാണുന്ന സമയത്ത് ശോകന്റെ പെരുമാറ്റം എല്ലാം കാണുമ്പോൾ ശ്രീദേവിക്ക് സഹിക്കാനായും പറ്റുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. എന്നാൽ അതേസമയം തന്നെ ശോകനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു. അവൾ ചെയ്ത നല്ല നല്ല കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുന്നത്. അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവൾ രണ്ടു കുടുംബത്തെയും ഒന്നിപ്പിക്കുവാനായി നോക്കി, അതല്ലേ അവൾ ചെയ്തുള്ളൂ. അവളോട് എന്തായാലും ഇത്രയും ദേഷ്യമൊന്നും കാണിക്കാൻ പാടില്ല എന്നും ശോകൻ ചിന്തിച്ച് നേരെ ശ്രീദേവിക്ക് അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവളോട് മാപ്പ് പറഞ്ഞ് അവളെ വീണ്ടും രജിസ്റ്റർ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് അവിടെ വെച്ച് അവളെ തനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവളോട് തുറന്നു പറയുന്നു. അവളും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. രണ്ടുപേരും അവിടെ വെച്ച് പരസ്പരം കെട്ടിപ്പിടിക്കുകയും അവരുടെ പ്രണയം പരസ്പരം തുറന്നു പറയുകയും ചെയ്തു. ഇതെല്ലാം മാറി നിന്ന് ഒരു പുഞ്ചിരിയോടെ നിറ കണ്ണുകളുമായി കണ്ടു നിൽക്കുകയാണ് രാഘവൻ. അതേസമയം തന്നെ രാഘവന്റെ പിന്നിലൂടെ ഒരാൾ വന്ന് കണ്ണയ്യ എന്ന് വിളിക്കുന്നു. അത് മറ്റാരുമല്ല, മഹാലക്ഷ്മിയായിരുന്നു. മഹാലക്ഷ്മിയുടെ മുഖത്ത് നോക്കുവാൻ പോലും രാഘവന് മടിയായിരുന്നു. എന്താ, എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി വളരെ ഇമോഷണലായി സംസാരിക്കും. മഹാലക്ഷ്മിയുടെ മുഖത്ത് നോക്കുന്ന രാഘവനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. മഹാലക്ഷ്മിയും കരയും. എന്നിട്ട് രാഘവൻ പറയും, എന്റെ അഹങ്കാരവും എന്റെ ആ ഒരു അഭിമാനവും കാരണമാണ് ഞാൻ നിന്നോട് മിണ്ടാതിരുന്നത്. എന്നോട് നീ ക്ഷമിക്കണം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ എന്നോട് മാപ്പ് തരണമെന്ന് പറഞ്ഞിട്ടാണ് രാഘവൻ കരയുന്നതും. അങ്ങനെ സഹോദരനും സഹോദരിയും പഴയതുപോലെ ഒന്നായിരിക്കുകയാണ്. രണ്ടു കുടുംബത്തിന്റെയും പ്രശ്നങ്ങളെല്ലാം അവിടെ അവസാനിച്ചു. മുത്തശ്ശൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ശ്രീദേവിയും ശോകനും ഒന്നിക്കുകയാണ്. അവർ രണ്ടുപേരും വിവാഹവും കഴിച്ചു. അങ്ങനെ കുടുംബത്തോടൊപ്പം കുടുംബ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.